കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: എൻ്റെ പിന്നാലെ വരുവിൻ. ഇത് യേശുവിൻ്റെ വാക്കുകളാണ്. വാസ്തവത്തിൽ ആർക്കാണ് ധൈര്യമായിട്ട് ഇങ്ങനെ പറയാൻ കഴിയുക? എൻ്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക, എന്നെ മാതൃകയാക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് തീർച്ചയായും അത് പറയാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരവും ഉണ്ടെന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, പരസ്യ ശുശ്രൂഷയിലൂടെ, കഷ്ടാനുഭവത്തിലൂടെ, ക്രൂശ് മരണത്തിലൂടെ ഒക്കെ വെളിവാകുന്ന സംഗതിയാണ്. ഇന്ന് അല്പസമയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ യേശു നമുക്ക് കാണിച്ചു തരുന്ന അനേക മാതൃകകളിൽ ഏറ്റവും കരണീയമായ മനോഹരമായ ഒരു മാതൃകയാണ്. അതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇവിടെ പ്രസക്തമായ വാക്ക് കണ്ടു എന്ന വാക്കാണ്. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 1:14 ഈ സുപരിചിതമായ വാക്യത്തിൻ്റെ സാരാംശം യേശുവിനെ കണ്ടു എന്നുള്ളത്. യേശു നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു മാതൃകയാണ് ജീസസ് വാസ് ഓൾവേസ് വിസിബിൾ. യേശുവിനെ എപ്പോഴും ആളുകൾക്ക് കാണാമായിരുന്നു. ഹി വാസ് ഓൾവേസ് വിസിബിൾ. കാണപ്പെട്ടവനായ യേശു. ലൂക്ക് ഇർവിൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. 2025 എഴുതിയ പുസ്തകത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ജീസസ് ആൻഡ് ദ വിസിബിലിറ്റി ഓഫ് ഗാഡ്. ലൂക്ക് ഇർവിൻ ഈ പുസ്തകത്തിൽ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഇർവിൻ പറയുന്നത് ഇപ്രകാരമാണ്: യോഹന്നാന്റെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു സ്ഥാനമായി, ഒരു ഇടമായി ചിത്രീകരിക്കുന്നു. ജീസസ് ആസ് എ ലൊക്കേഷൻ. എന്ത് സ്ഥാനമാണ്, എന്തിടമാണ്? The Gospel of John presents Jesus as the location where the invisible became visible. അദൃശ്യമായത് ദൃശ്യമായ ഇടമാണ്, സ്ഥാനമാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പഴയ നിയമ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ പറയുമെങ്കിലും കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായി ദൈവത്തെ വെളിപ്പെടുത്തി. ചുരുക്കത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ നമുക്ക് വ്യാഖ്യാനിച്ചു നൽകി. തൻ്റെ സാന്നിധ്യത്തിലൂടെ, താൻ മറ്റുള്ളവർക്ക് പ്രത്യക്ഷനായതിലൂടെ, താൻ മറ്റുള്ളവരുമായി സംസാരിച്ചതിലൂടെ, ഇടപഴകിയതിലൂടെ, ഇടപെട്ടതിലൂടെ ദൈവത്തെ വിശദീകരിച്ചു കൊടുത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മളോടും ഇത് ഓർമ്മപ്പെടുത്തുന്ന ഒരു വിലയേറിയ സത്യമുണ്ട്: വി നീഡ് ടു ബി ലൊക്കേഷൻസ് വിച്ച് ഇന്റർപ്രറ്റ് ഗോഡ്. ദൈവത്തെ വ്യാഖ്യാനിക്കുന്ന ഇടങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുമ്പോൾ അത് അർത്ഥവത്തായ ഒരു അനുഗ്രഹപൂർണമായ അനുഭവമായി നമുക്ക് അത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശ്വാസത്തിലേക്ക് ആളുകളെ നയിക്കുന്നത് യോഹന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മാതൃകയുണ്ട്, ഒരു പ്രത്യേക ശൈലിയുണ്ട്. അതൊരു ഫോർമുലയാണ്. അതിപ്രകാരമാണ്: സീ, നോ ആൻഡ് ബിലീവ്. കാണുക, അറിയുക, വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, നമ്മളെ ആളുകൾ കാണുന്നതിലൂടെ അവർ ദൈവത്തെ മനസ്സിലാക്കണം, ദൈവത്തിൽ വിശ്വസിപ്പാൻ ഇടയാകണം. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തെ വ്യാഖ്യാനിക്കുന്നതിന്, ദൈവത്തെ വിശദീകരിക്കുന്നതിന് മുഖാന്തരമാകട്ടെ ഈ നോയമ്പ് കാലയളവ്, അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും അതിനെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. അനുദിനം മറ്റുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശദീകരിക്കുന്നവരായി, വ്യാഖ്യാനിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അപ്രകാരം അനേക ജീവിതങ്ങൾക്ക് പ്രകാശം പരത്തുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് മാറ്റണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.